Journaling is one of the most important habits that changed my life and still changing in a positive way, and it will do the same for you. So, let's talk about first എന്തുകൊണ്ട് ജേർണലിംഗ്, വൈ ജേർണലിംഗ്, വാട്ട് ഇസ് ദ യൂസ്. നമ്മുടെ മൈൻഡിൽ ഫുള്ള് തോട്ട്സ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ടൈമിൽ ഏത് ഡിസിഷൻ എടുക്കണം എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സമയത്ത്, മെൻ്റലി വീക്കായി തോന്നുന്ന സമയത്ത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യും. സംടൈംസ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, വി കനോട്ട് ട്രസ്റ്റ് അവർ ഓൺ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മുടെ ബ്രെയിൻ എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്ത മെഷീനാണ്. ഇറ്റ്സ് കൈൻഡ് എപ്പോഴും ഒരു സർവൈവ് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്തൊരു റിസ്ക് എടുത്താലും അത് ഈവൻ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണെങ്കിൽ പോലും, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പെയിനുണ്ട്, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പെയിനുണ്ട്. കൺസ്ട്രക്റ്റീവ് പെയിൻ എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിൾ നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നത്, അതായത് നമുക്ക് ആദ്യം പെയിൻ ഉണ്ടാവും, പക്ഷെ അത് നമ്മളെ എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്, ഗ്രോത്തിലേക്കാണ്. അപ്പോൾ അങ്ങനത്തെ പെയിൻ ആണെങ്കിൽ പോലും ബ്രെയിൻ അതിനെ ഒരു ത്രെറ്റായി കാണുന്നു, റിസ്ക് ആയി കാണുന്നു. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ തോട്ട്സ് നമ്മൾ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ, ഇങ്ങനെ തോട്ട്സ് ഒക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് തോട്ട്സുമേ റിലേ ചെയ്യാതെ അതൊരു ജേർണലിൽ എഴുതിയിട്ട് അതിമ റിഫ്ലക്റ്റ് ചെയ്ത് ഇത് ജസ്റ്റ് തോട്ട്സ് മാത്രമാണ്, ഞാൻ ഇതല്ല ഇന്നെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനൊക്കെ ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആൾസോ ഇറ്റ് ഈസ് എ നൈസ് വേ ടു ലുക്ക് ബാക്ക് അറ്റ് യുവർ മെമ്മറീസ്. ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഞാൻ എൻ്റെ CA വീഡിയോയിൽ കാണിച്ച സംഭവമാണ്. ഞാൻ CA ഇൻ്റർവ്യൂ പഠിച്ചപ്പോൾ ഉപയോഗിച്ചിരുന്ന ജേർണൽ. അന്ന് ജേർണലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല, ബുള്ളറ്റ് ജേർണലിംഗ് അല്ലെങ്കിൽ ഗോൾ ജേർണൽസ് ഉണ്ട്. അതായത് നാളെ നമ്മൾ എന്താ ചെയ്യുന്നത് അത് നമ്മളിപ്പോൾ തന്നെ പ്ലാൻ ചെയ്യല്ലോ, ആ ഒരു സംഭവമാണ്. ഇത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ ഇത് നല്ലൊരു മെമ്മറിയാണ്. ഞാൻ കുറേ കാലം എടുത്തേക്കാൻ വേണ്ടി അന്ന് 3:30ക്കും 4 മണിക്ക് നീച്ചതും അതുപോലെ 12 മണിക്കൂറൊക്കെ പഠിക്കുന്നതും അതൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് കാലം കഴിയുമ്പോഴൊക്കെ നോക്കി കാണാനേ നല്ലൊരു മെമ്മറിയാണ്. അപ്പോൾ അതേ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നൈസ് വേ ടു ലുക്ക് ബാക്ക് അറ്റ് യു മെമ്മറീസ്. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു അനാലജി പറഞ്ഞുതരാം. അതേപോലെയാണ് നമുക്കിത് ഫീൽ ചെയ്യാം. അതായത് നിങ്ങൾ ചൂണ്ടലിടാൻ പോയിട്ടുണ്ടോ ഇതുവരെ? ചൂണ്ടലിടാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓൽക്ക് അറിയുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവും. ഈ ഈർമ്പുണ്ടല്ലോ ചൂണ്ടലിടാൻ പോകുന്നത്, അത് പല ടൈമിലും അതിന് മെമ്മറി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ അത് ചുറ്റി വെച്ചത്, പിന്നെ നമ്മൾ അതിന് കുറേ കാലയിൽ വെച്ചുകൊണ്ട് എടുക്കുമ്പോൾ ആ ഒരു ഷേപ്പ് തന്നെ നിൽക്കും. അതായത് ആ ഒരു നമ്മളൊരു റോളിലാണ് ഫുള്ള് ചുറ്റി വെച്ചതെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ ഊരുമ്പോഴും അതിങ്ങനെ റോള് പോലെ തന്നെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ അത് കെട്ടുകുടുങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരുപാട് ഈർമ്പകൾ കാര്യങ്ങൾ, ചൂണ്ടലിൻ്റെ ലൈൻ ഉണ്ടല്ലോ, ഈർമ്പ അല്ലെങ്കിൽ നൈലോണിൻ്റെ ലൈന്, ഇത് ഒരുപാട് സംഭവങ്ങൾ പല ലൈനുകളും ഒരുമിച്ച് വെക്കുമ്പോൾ കെട്ടുകുടുങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ടാങ്കിളായിട്ട് നോട്ട് വീഴും. ഇങ്ങനെ നോട്ട് വീണാണ്ട് ആകെ കെട്ടുകുടുങ്ങിക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അയച്ചെടുക്കുക. അങ്ങനെ ഓരോന്ന് അയച്ചെടുക്കുമ്പോൾ ഒരു ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അങ്ങനെ ഓരോന്നിങ്ങനെ സെപ്പറേറ്റ് ആയിക്കാണ്ട് ഇങ്ങനെ കിട്ടുമ്പോൾ എല്ലാ കെട്ടുകളും അഴിഞ്ഞ് എല്ലാം ഓരോരോ സെപ്പറേറ്റ് റോളിൽ ചുറ്റി ചൂണ്ടിൽ റെഡിയാക്കുക എന്നുള്ളത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് എനിക്ക് വലിയ ക്ഷമയില്ലാത്ത സംഭവമാണ്. അത് ഞാൻ എൻ്റെ ഗ്രാൻഡ് മാക്കൊക്കെയാണ് കൊടുക്കൽ, അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. 30 അങ്ങനെ ഇരുന്നിട്ട് ആ കെട്ടൊക്കെ ഇങ്ങനെ അയച്ച് ഒക്കെ സെപ്പറേറ്റ് ആക്കിയാണ് തരും. അപ്പോൾ ഇതേപോലെയാണ് ജേർണലിങ്. നമ്മുടെ മൈൻഡ് ആകെ കെട്ടുകുടുങ്ങിയാണ്ട് ആകെ തോട്ട്സ് കാരണം ഫുള്ള് ടാങ്കിളിങ് ആയിക്കാണ്ട് നോട്ട് ആയിക്കാണ്ട് ഒക്കെ കെട്ടിപ്പണിഞ്ഞ് നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ഓരോന്ന് ഇങ്ങനെ അതിന് അൺടാങ്കിൾ ചെയ്ത് സെപ്പറേറ്റ് ചെയ്താണ്ട് അങ്ങനത്തെ ഒരു സൂത്തിങ് എഫക്റ്റ് നമുക്ക് ജേർണലിംഗിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി നമ്മളെ തോട്ട്സുമലും അതുപോലെ നമ്മളെ ഒരു ദിവസം നടന്ന നല്ല കാര്യങ്ങളും ഒക്കെ എഴുതി വെക്കുമ്പോൾ ഈ ജനറലി ഇംപ്രൂവ്സ് യുവർ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഓൾസോ ഹാപ്പിനെസ്. ഇനി നമുക്ക് എന്താണ് ജേർണലിംഗ് എന്ന് പറയാം. വൈ ജേർണലിംഗ് നമ്മൾ പറഞ്ഞു, എന്തിനെന്ന് പറഞ്ഞു, അതിൻ്റെ കുറച്ച് കാരണങ്ങൾ മാത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഇഷ്ടം പോലെ ഉണ്ടാവും. ഇനി ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞുതരാം. ജേർണലിംഗ് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, സിംപ്ലി റൈറ്റിംഗ് ഡൗൺ യുവർ തോട്ട്സ്, യുവർ ഫീലിങ്സ്, യുവർ ഡീപ്പ് ക്വസ്റ്റ്യൻസ്, യുവർ ഗോൾസ് ടു ഗെറ്റ് മോർ ക്ലാരിറ്റി. നിങ്ങൾക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ഐഫോണിൽ തന്നെ ജേർണലുണ്ട്, അല്ലെങ്കിൽ അതിനായിട്ട് വേറെ ആപ്പുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ദ ബെസ്റ്റ് ആൻഡ് മൈ മോസ്റ്റ് ഫേവറേറ്റ് വേ ഈസ് റൈറ്റിംഗ് ഇൻ എ പേപ്പർ യൂസിങ് എ പെൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോണും അല്ലെങ്കിൽ സിസ്റ്റം എടുക്കുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ വേറെ എവിടേക്കെങ്കിലും പോകാൻ ചാൻസ് ഉണ്ട്. ഈവൻ നമ്മൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫാക്കി വെച്ചാലും ചിലപ്പോൾ നമ്മുടെ മൈൻഡ് പറയും, എടാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, അനാലിറ്റിക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു രീതിയിൽ വരും. അപ്പോൾ പേപ്പറും പെന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ സമാധാനത്തോടെ ചെയ്യാം. ബട്ട് വാട്ട് എവർ യു പ്രിഫർ, അത് നിങ്ങളെ ഇഷ്ടം. ഞാൻ പറഞ്ഞത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വഴിയാണ് പേപ്പറും പെന്നും. നമ്മൾ പല ഇംഗ്ലീഷുകാരുടെ വീഡിയോസിൽ അല്ലെങ്കിൽ ഗേൾസിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ജേർണൽസ് ഭയങ്കര ഫാൻസി ആയിട്ട് നമുക്ക് കുറേ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് പല കളർ പെന്നുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
നമുക്ക് ഇത് സിംപ്ലി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു ബുക്കും ഒരു പെന്നും അല്ലെങ്കിൽ ഒരു പേപ്പറും ഒരു പെന്നും ഉണ്ടായാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഓരോരോ എക്സാമ്പിൾസ് എൻ്റെ ലൈഫിലൂടെ ഞാൻ പല ഘട്ടത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്തിരുന്ന ജേർണൽസ് ഞാൻ കാണിച്ചു തരാം. അതിൽ ഫസ്റ്റ് വണ്ണ് ഞാൻ കാണിച്ചു തന്നത് അന്ന് ഗോൾസ് മാത്രമേ ഇതുള്ളായിരുന്നു. അതായത് നാളെ ഏതൊക്കെ വിഷയങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, നാളെ ഏതൊക്കെ ടൈമിൽ പഠിക്കണം എന്നൊക്കെ ഒരു പ്ലാന് തലേന്ന് രാത്രി ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം CA ജേണിൻ്റെ സമയത്ത് CA ഇൻ്റർ പഠിക്കുന്ന സമയത്താണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. ജസ്റ്റ് ഇത്രേ ഉള്ളൂ, 4 മണിക്ക് എണീക്കുക, കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യുക, കുറച്ച് വർക്കൗട്ട് ചെയ്യുക, ഇത്ര ടൈമിൽ ഇന്ന വിഷയം, 4 to 6 റിവൈസ്, 6 to 7 DT, 7 to 9 കമ്പനിയിലോ അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ ഇതാണ് എന്താ പറയുക ജേണലിലേക്ക് വരുന്ന ഒരു ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്. അതായത് ഒരു ദിവസം പ്ലാൻ ചെയ്യണത്. ആൻഡ് ഐ സ്റ്റിൽ കീപ് ദാറ്റ് ഹാബിറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ ജേണലിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സെറ്റപ്പ് പരിപാടികളൊന്നും വേണ്ട. അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സാധാ ഒരു നോട്ട് ബുക്ക് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ എന്ത് ചെയ്തത്, ഗ്രാറ്റിറ്റ്യൂഡും കൂടിയും അതിക്ക് എന്ത് ചെയ്ത് ആഡ് ചെയ്തത്. അതായത് നോർമലി ഗോൾസ് മാത്രമായിരുന്നു ഇതിന് മുമ്പത്തെ ആ ചാനലിൽ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്തു, ഏതെങ്കിലും ഒരു സംഭവം എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു സംഭവമെങ്കിലും ഞാൻ ഗ്രേറ്റ്ഫുൾ ആയത്, അതായത് ഈ ഒരു ദിവസം എനിക്ക് നടന്ന് ഞാൻ താങ്ക്ഫുൾ ആയ, എനിക്ക് ഇപ്പോൾ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്തെങ്കിലും ഒരു നല്ല സംഭവം ഉണ്ടാവുമല്ലോ, ആ ഒരു സംഭവം ചെയ്താൽ അതേപോലെ തന്നെ നാളത്തേക്കുള്ള ഗോൾസ് ചെയ്താൽ. ഞാൻ എക്സാമ്പിൾ വായിച്ചുതരാം. ഗ്രാറ്റിറ്റ്യൂഡിൽ ആഫ്റ്റർ ഹൈസ്കൂൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ഡേ ഐ കമ്പീറ്റഡ് ഇൻ അത്ലറ്റിക്സ് 200 മീറ്റർ ആൻഡ് 400 മീറ്റർ. അതെന്താ വെച്ചാൽ ഞാൻ കേരളോത്സവത്തിന് കഴിഞ്ഞ നവംബറിൽ 200 മീറ്ററിലും 400 മീറ്ററിലും ഓടിയിരുന്നു. അപ്പോൾ ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ സ്പോർട്സിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം അന്ന് എഴുതി വെച്ചാണ്. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായി കാണിച്ചിരുന്നത്. അതായത് ഡു വാട്ട് യു ക്യാൻ വിത്ത് വാട്ട് യു ഹാവ് ഫ്രം വേർ യു ആർ എന്നുള്ള കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന ആളാണ് ഞാനും. അപ്പോൾ നമുക്ക് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു നോട്ട് ബുക്ക് ഒരു പെന്നും മതി നമുക്ക് ജേർണൽ ചെയ്യാൻ. പിന്നീട് ഈ റീസെൻ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്തു. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ബുക്ക് വാങ്ങി, വലിയ സെറ്റപ്പ് ഒന്നല്ല എന്നാലും. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു സൈഡിൽ ഇങ്ങനെ ഡേ പ്ലാൻ ചെയ്യാൻ തുടങ്ങി, മറ്റു സൈഡിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് കൊണ്ടുവരാൻ തുടങ്ങി. അതിൻ്റെ ഒപ്പം കുറച്ച് വേറെ സംഭവം കൂടി ഉണ്ട്, ഡീപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളോട് തന്നെ ആസ്ക് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ടൈപ്പ് കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞു കേട്ടോ, അത് ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് അതിക്ക് എന്തുകൂടി ആഡ് ചെയ്തു, കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള സംഭവങ്ങൾ ആഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു നോട്ട് ബുക്കിലേന് പിന്നെ ഞാൻ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ജേർണലിനായിട്ടൊരു ബുക്ക് വാങ്ങണം. അതായത് കുറച്ചും കൂടി വലുതാക്കി എഴുതാണ്ട്, ഇതിൽ കുറച്ചല്ലേ കൊള്ളുള്ളൂ. ഇതൊരു പ്ലാനറും പിന്നെ ഒരു ജേർണൽ സെപ്പറേറ്റും അങ്ങനെ ആക്കിയാലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി ഒരു ജേർണൽ വാങ്ങിക്കൊടുന്നു. ഇപ്പോൾ ഞാൻ ഇതിലാണ് ചെയ്യണത്. ഇപ്പോൾ കണ്ടോ, ആ ഒരു ചെറിയ ഫസ്റ്റത്തെ ആ ഒരു ബുക്കിൽ നിന്ന് നമ്മൾ ഇവിടെ എത്തി. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ നമുക്ക് ഇപ്പോൾ തുടങ്ങുന്നുള്ളൂ കേട്ടോ. ഇതിൽ നമുക്ക് ഓരോ മന്തിനും അനുസരിച്ച് നമുക്ക് ഗോൾസ് വെക്കാം. ഇത് ഡയറി അല്ല കേട്ടോ, ജേർണലിങ്ങും ഡയറിയും വ്യത്യാസമുണ്ട്. ഇത് നമുക്ക് PD പോയാൽ കിട്ടും, കടയിൽ പോയാൽ ജേർണലായിട്ട് തന്നെ കിട്ടും. സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉള്ള ഷോപ്സ് ഉണ്ടാവില്ലേ, ലൈക്ക് എജുമാർട്ട് അങ്ങനത്തെ ഒക്കെ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ മന്ത് വൈസ് ഉണ്ട്. മന്ത് വൈസ് ഗോൾസ് നമ്മൾ വെച്ചാണ്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റീച്ച് 8K സബ്സ്ക്രൈബേഴ്സ് ഓൺ യൂട്യൂബ്, അത് അക്കംപ്ലിഷ് ചെയ്തു. അതേപോലെ കുറേ മന്ത്ലി ഗോൾസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും കണ്ടന്റ് ഇടുന്നതിനനുസരിച്ച് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുന്നുണ്ട്. ചില ദിവസങ്ങൾ മിസ്സായിട്ടുണ്ട്. അത് മന്ത്ലി ഗോൾസ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ദിവസത്തെ ഡേറ്റ് വെച്ചുകൊണ്ട് എന്നും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യും. എന്താണ് ഞാൻ അന്ന് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു 3-4 കാര്യം. ആദ്യം ഞാൻ ഒരു കാര്യത്തുമെന്ന് തുടങ്ങിയത്, ഇപ്പോൾ 3-4 കാര്യം. അപ്പോൾ എൻ്റെ ഒരു ജേർണി നോക്കി ഫസ്റ്റ് ഒരു ഡേ പ്ലാനിങ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആഡ് ചെയ്തു. പിന്നെ ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കുറച്ച് വലുതാക്കി. പിന്നെ അതിലേക്ക് എന്തുകൂടി ചെയ്തു, കുറച്ചുകൂടി ഡീപ്പ് ക്വസ്റ്റ്യൻസ്. അതായത് എനിക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ ചെയ്തതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത്, എന്തൊക്കെയാണ് ഞാൻ മെസ്സപ്പ് ചെയ്തത്, എന്തൊക്കെയാണ് എനിക്ക് തിരുത്താൻ പറ്റുക, ഇങ്ങനത്തെ തോട്ട്സുകളൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്കിങ്ങനെ ആകെ കലബിലായി വരുമ്പോൾ ഏറ്റവും നല്ലൊരു മാർഗ്ഗം, നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റണില്ല, തോട്ട്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, ബ്രെയിനിൽ കടന്ന് തിളച്ചിട്ട് ഒരു കാര്യമില്ല, നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു പേപ്പറിൽ ഒരു പെന്നെടുത്താണ്ട് എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല ക്ലാരിറ്റി കിട്ടും. ഇന്ന പ്രശ്നങ്ങളുള്ളൂ, ഇത് നമ്മൾ വിചാരിച്ച അത്ര വലിയ സംഭവമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാവും, ഒരു പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പാണ് ഇത് എഴുതണമെന്നുള്ളത്. ഈവൻ ഇറ്റ് ഹെൽപ്സ് യു ടു സ്ലീപ്പ് ബെറ്റർ. കാരണം എന്താ വെച്ചാൽ ഉറങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പ്, ഒരു മണിക്കൂറോ 2 മണിക്കൂറോ മുമ്പ് നിങ്ങൾക്ക് അന്നുണ്ടായിരുന്ന സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ബ്രെയിനിൽ കിടക്കണേക്കാട്ടും കുറച്ചുകൂടി സമാധാനം കിട്ടും. ഇപ്പോൾ അത് ഫുള്ള് നമ്മളങ്ങോട്ട് പുറത്തേക്ക് കളയുമ്പോൾ.
നമ്മൾ എഴുതി കണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഉറക്കം നല്ലോണം കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി പോസിറ്റീവ് തോട്ട്സ് ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യു ഹാവ് ടു ബി ഹോണസ്റ്റ് വിത്ത് യുവർ സെൽഫ്. യു ഹാവ് ടു ഫേസ് യുവർ സെൽഫ്. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്ത് നല്ല കാര്യം ഉണ്ടെങ്കിലും യു ഹാവ് ടു ബി ഹോണസ്റ്റ് ടു യുവർ സെൽഫ്. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ജേർണലിങ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും, പല ടൈപ്പ് ജേർണലിംഗ് ഉണ്ട്. ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നു, ഇറ്റ്സ് സിമ്പിൾ, ഒന്നുമില്ല. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ടുഡേ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ മദർ ഫോർ കുക്കിംഗ് മീ ഫുഡ്. സിമ്പിൾ. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ പേഴ്സൺ ഹൂ മെയ്ഡ് ദ നോട്ട് ബുക്ക്. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഫാദർ ഫോർ പേയിങ് മൈ ഫീസ്. ഇങ്ങനെ എന്തെങ്കിലും എല്ലാ ദിവസവും എന്തെങ്കിലും നല്ലൊരു കാര്യം, ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവം നിങ്ങളെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറേ കാലത്തിന് ശേഷം കണ്ടു, കുറേ കാലത്തിന് ശേഷം ഞാനൊരു സാറിനെ മീറ്റ് ചെയ്തു, ഇന്നിങ്ങനെ ഫാമിലി പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണോ ഒരു ദിവസം സംഭവിച്ചത് എന്തെങ്കിലും ഉണ്ടാവും. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ്, ഇപ്പോൾ ഈ മൈക്ക് ഉണ്ടാക്കിയ ഇയാൾ മൈക്ക് ഉണ്ടാക്കിയോണ്ടാണല്ലോ, അല്ലെങ്കിൽ ഇതൊരു ഫാക്ടറിയിൽ ഉണ്ടാക്കിയോണ്ടാണല്ലോ എനിക്ക് ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ ക്യാമറ. അപ്പോൾ എന്തെങ്കിലും സംഭവം ഉണ്ടാവും. ടുഡേ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് പറഞ്ഞാൽ ഇതാണ്ട്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് വേണം, ഒന്നുമില്ല. എപ്പോഴും നമ്മുടെ ഒരു സ്വഭാവമാണ് നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. എന്ത് നമുക്കില്ല, എന്താ പ്രശ്നം എന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ച് വെറുതെ സ്ട്രെസ് അടിച്ച് നടക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പോസിറ്റീവ് തോട്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസിറ്റീവ് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എലവേറ്റ് യുവർ മൂഡ് ഇൻ ടു എന്താ പറയുക, എനർജി ഒന്നുകൂടി ഒരു പോസിറ്റീവ് രീതിയിലേക്ക് കൊണ്ടുപോകും. രണ്ടാമത്തത് ഗോൾ സെറ്റിംഗ് ജേണൽ ഞാൻ കാണിച്ചു തന്നു. അതായത് ഒന്നുമില്ല, നാളേക്ക് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇന്ന മെത്തേഡ് എന്ന് പറയുന്നത് അത് എഴുതും പ്ലസ് ടൈം ഞാൻ എഴുതും. അതൊന്നും കൂടി ബെസ്റ്റ് ആക്കണമെങ്കിൽ, നിങ്ങൾക്ക് പുതിയ ഹാബിറ്റൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് വഴി നാളെ എന്താണോ ചെയ്യാനുള്ളത് അത് എഴുതുക, പ്ലസ് ടൈം എഴുതുക, പ്ലസ് ലൊക്കേഷൻ എഴുതുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇതുവരെ ചെയ്തിട്ടില്ല, നാളെ മുതൽ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് കുറേ കാലമായിട്ട് എന്താ പറയുക സ്കിപ്പ് ചെയ്ത് കൊണ്ടുപോകണം, പ്രോക്കാസിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഐ വിൽ ഗോ ടു ജിം ടുമോറോ എന്ന് എഴുതി. അപ്പോൾ എന്താണ് ഗോൾ എന്ന് എഴുതി. അപ്പോൾ നാളെ ഇനി എവിടെ, അറ്റ് മഞ്ചേരിയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് എഴുതാം. എന്നിട്ട് അറ്റ് 5 PM, അറ്റ് 6 PM, അറ്റ് 7 PM അങ്ങനെ എന്തെങ്കിലും ടൈം എഴുതാം. അപ്പോൾ അവിടെ എന്തായി, നമ്മൾ ചെയ്യാൻ പോകുന്ന ഗോൾ, ഞാൻ നാളെ ജിമ്മുക്ക് പോകുന്നുള്ള ഗോളായി, പ്ലസ് അതെവിടെ, മഞ്ചേരി മലപ്പുറം എവിടെ ഉള്ളത്, അപ്പോൾ ആ ലൊക്കേഷനായി, പ്ലസ് 6 മണി 7 മണി 5 മണി ടൈമായി. ടൈം പ്ലസ് ലൊക്കേഷൻ പ്ലസ് ഗോൾ ഉണ്ടാകുമ്പോൾ അത് ചെയ്യാനുള്ള ചാൻസ് ഒന്നുകൂടി കൂടും. ഇത് ഞാൻ ഉണ്ടാക്കിയൊന്നല്ല, ഇത് അറ്റോമിക് ഹാബിറ്റ്സിൽ പറയണതാണ്. അപ്പം ഞാൻ ഒരുവിധം എൻ്റെ ഗോൾസുകളൊക്കെ ഞാൻ പറഞ്ഞ ഗോൾസുകൾ ഞാൻ ചെയ്യുന്നുണ്ട്, റൈറ്റ് ചെയ്ത ഗോൾസുകൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ടൈം എഴുതും, 5 മണിക്ക് എണീക്കണം, ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ ഷൂട്ട് ചെയ്യണം, ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ ഷെഡ്യൂൾ ചെയ്യണം എന്ന് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ സെറ്റാക്കി വെക്കും. അത് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് വലിയ പേജിൽ തുടങ്ങരുത്, കുറേ ഗോൾസ് ചെയ്ത് തുടങ്ങരുത്. ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ, നമുക്ക് എന്തായാലും അക്കംപ്ലിഷ് ചെയ്യേണ്ട ഒരു 2-3 കാര്യങ്ങൾ, നിങ്ങൾ നോർമലി പ്രോക്കാസിനേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ 2-3 കാര്യങ്ങൾ വെച്ചാണ് തുടങ്ങുക. അതിങ്ങനെ പോവുക. എന്നിട്ട് അത് സുഖമായി തോന്നുമ്പോൾ അതിൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊണ്ടുപോകുക. ഫസ്റ്റ് തന്നെ ഒരുപാടുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അതിൽ പല കാര്യങ്ങളും നമ്മൾ സ്റ്റിക്ക് ചെയ്യൂല. എന്നിട്ട് നമ്മൾ പോസിറ്റീവിനെക്കാട്ടും കൂടുതൽ അല്ലെങ്കിൽ ടിക്കിനെക്കാട്ടും കൂടുതൽ ക്രോസ് ആയി കയറാം. അപ്പോൾ നമുക്കൊരു ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ ചെറുതെന്ന് തുടങ്ങുക. ഇനി അടുത്താണ് സെൽഫ് അവെയർനെസ് ജേണൽ. നമ്മളെ ആക്ഷൻസും നമ്മളത് റിഫ്ലക്റ്റ് ചെയ്യാണ്. അതായത് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു, ആ ദിവസത്തിൽ എന്തൊക്കെയാണ് എൻ്റെ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തത്, ഇനി മുമ്പോട്ട് നയിക്കുന്ന ആ നീഡിൽ മൂവ് ചെയ്യുന്ന എന്ത് സംഭവമാണ് ഞാൻ ചെയ്തത്, അതേപോലെ തന്നെ എന്തൊക്കെ സംഭവമാണ് ഞാൻ മെസ്സപ്പ് ചെയ്തത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ക്രിയേറ്റ് ചെയ്തത്, അതെങ്ങനെയൊക്കെ എനിക്ക് അവോയ്ഡ് ചെയ്യാം. ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ ഒന്നുകൂടി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ ചിന്തിക്കണമെങ്കാട്ടും നല്ല ക്ലാരിറ്റി അപ്പോൾ കിട്ടും, എഴുതുമ്പോൾ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് സെൽഫ് അവെയർനെസ് ജേണൽ. നമ്മൾ ഇന്ന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു, ഓക്കെ, ഇന്ന് എന്തൊക്കെ നമ്മൾ മെസ്സപ്പ് ചെയ്തു, ഓക്കെ, അപ്പോൾ അത് റെഡി. ഇനി അടുത്താണ് പെയിൻ ജേണൽ. പെയിൻ ജേണൽ പറഞ്ഞാൽ സംഭവം രസമാണ്, അത് ഞാൻ ചെയ്തിരുന്നു, അതിപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസിപ്ലിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഗോള് അച്ചീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഹാബിറ്റ് സ്റ്റിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലാണ്ടെങ്കിൽ നമ്മൾ ബാഡ് ഹാബിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുക ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ അതിൽ കറക്റ്റ് എക്സാമ്പിൾ വെച്ച് പറയുന്നുണ്ട്. ഞാനിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മുക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് ഷേപ്പ് ആവാൻ പറ്റില്ല, എനിക്ക് ഷേപ്പ് ആയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു വില ഉണ്ടാവില്ല, പിന്നെ എനിക്കൊരു സ്വന്തം സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇങ്ങനെ പറഞ്ഞാൽ നമ്മളെ നെഗറ്റീവ് കാര്യങ്ങൾ പെയിന് ഇതെന്തിനാന്ന് വെച്ചാൽ ഒന്നുമില്ല, ബ്രെയിനെ ഓർമ്മിപ്പിക്കാനാണ്.
ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ബാഡ് ഹാബിറ്റ്സ് ചെയ്താലുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഓർക്കലില്ല. ആ ഒരു ഹാബിറ്റിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അല്ലെങ്കിൽ ആ ഒരു റിലീഫ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ അത് ചെയ്താൽ ഇത്തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് എന്നും ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഓർമ്മിപ്പിച്ച് കഴിഞ്ഞാൽ, അതേപോലെ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഓർമ്മിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടെ ഹാബിറ്റ്സ് സ്റ്റിക്ക് ചെയ്യാനുള്ള ചാൻസ് ഒന്നുകൂടി കൂടുതലാണ്. അപ്പോൾ അതാണ് പെയിൻ ജേണൽ. അടുത്ത സംഭവമാണ് ഞാൻ അറ്റോമിക് ഹാബിറ്റ്സിലൊക്കെ കണ്ടൊരു സാധനമാണ് ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യുക, എല്ലാം ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ ചില കാര്യങ്ങളുണ്ടാവും ന്യൂട്രലായിട്ടുള്ള കാര്യം ഉണ്ടാവും. അതായത് കമ്മ്യൂട്ടിങ്, വണ്ടിമ്മ പോയിട്ട് സാധനം വാങ്ങാൻ പോലെ, ഇങ്ങനെയൊക്കെ ന്യൂട്രലായിട്ടുള്ള കാര്യം ഉണ്ടാവും. ഹെൽപ്പിംഗ് മാം, ഗോയിങ് ടു ജിം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. സ്ക്രോളിങ്, പ്രോക്കാസ്റ്റിനേറ്റിംഗ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നെഗറ്റീവ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാ ഹാബിറ്റുകളും ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ തന്നെ നോക്കുക ഇതിൽ ഏതൊക്കെയാണ് പോസിറ്റീവ്, ഏതൊക്കെയാണ് ന്യൂട്രൽ, ഏതൊക്കെയാണ് നെഗറ്റീവ് എന്ന്. അപ്പോൾ തന്നെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും ഏതൊക്കെ ഹാബിറ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ചിന്തിച്ച് കൂട്ടാനായിട്ടും എത്രയോ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഏതൊക്കെ ഹാബിറ്റുകളാണ് ടിക്കുള്ളത്, അതേപോലെ ന്യൂട്രലുള്ളത്. എന്നിട്ട് നെഗറ്റീവ് ഉള്ള സംഭവങ്ങളൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, ഒഴിവാക്കുക ലൈഫിൽ നിന്ന്. അപ്പോൾ അതാണ് ഹാബിറ്റ് ട്രാക്കർ. ഈ ഒരു 5 എനിക്ക് മെയിനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളത്. എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് ഞാൻ ഉറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഒരു വൈൻഡ് ഡൗൺ റൂട്ടീനായിട്ടാണ് ചെയ്യൽ. ആദ്യം നാളേക്കുള്ള ഗോൾസുകൾ സെറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ പെയിൻ ജേർണലിങ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഡീപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് എൻ്റെ ജീവിതത്തിൽ 80% റിസൾട്ടുകൾ ഉണ്ടാക്കുന്ന 20% ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ഭാവിയിൽ ഞാൻ വിചാരിക്കുന്ന റിസൾട്ടിലേക്ക് എത്തിക്കോ എന്നുള്ള സംഭവമാണ് ഡീപ്പ് ക്വസ്റ്റ്യൻസ്. അങ്ങനത്തെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഡീപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. എന്നിട്ട് അതിന് നിങ്ങൾ തന്നെ ആൻസർ ചെയ്യുക. ആ ഒരു മെത്തേഡും ചെയ്യുക. അത് ചെയ്യലുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പെയിൻ ജേർണലിങ് ചെയ്യും. അതായത് ഞാൻ എൻ്റെ ഹാബിറ്റിൽ സ്റ്റിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള ഇതും. അപ്പോൾ ഗോൾസുകൾ എഴുതും. എന്നിട്ട് ഈ പെയിൻ ജേർണലിങ് ഓർ ഡീപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തും. എന്നിട്ട് എന്ത് ചെയ്യും, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യും. അതായത് അവസാനം ഒരു പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് അവസാനിപ്പിക്കും ആ രീതിയിൽ. എന്നിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ ഗോൾസുകൾ ഞാൻ അവിടെ ഓപ്പൺ ആക്കി വെക്കും ടേബിൾമേ. കാരണം എന്താണ്, നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചാൽ നമ്മൾ മറന്നുള്ള ചാൻസ് കൂടുതലാണ്. അത് ടേബിൾമേ ഓപ്പൺ ആക്കി വെച്ചാൽ നമ്മൾ എപ്പോഴും അങ്ങനെ കാണും. കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും, പക്ഷേ ഈവൻ ദോ ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു പെയിൻ ജേർണൽ ഉണ്ടല്ലോ അത് രാവിലെ ഒന്നുകൂടി വായിക്കും, ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇത്രയുള്ള ഇൻ്റെ റൂട്ടീൻ എന്ന് പറയുന്നത്. ഇനി ഹൗ ക്യാൻ യു സ്റ്റാർട്ട് ജേർണലിങ്, എങ്ങനെ നിങ്ങൾക്ക് ജേർണലിങ് ചെയ്യാന്നുള്ളത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ തുടങ്ങാന്നുള്ളത് ഒരു ഐഡിയ കിട്ടാതൊക്കെയാണെങ്കിൽ സ്റ്റാർട്ട് ഫ്രം വേർ യു ആർ. നിങ്ങൾക്ക് ഇപ്പോൾ ബുക്കോ ജേർണലായിട്ടുള്ള നോട്ട്ബുക്ക് വാങ്ങാനൊന്നും ഇപ്പോൾ ഒരു അവസ്ഥ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു പേപ്പർ എടുക്കുക. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ സാധാ നോട്ട് ബുക്ക്, ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നല്ലോ, സാധാ നോട്ട് ബുക്കും പെന്നും എടുത്തിട്ട് ഇന്ന് തൊട്ട് തുടങ്ങാം. ഒരു 7 ദിവസം ഞങ്ങളെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു 7 ദിവസം നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് നോക്കുക. എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തന്നെ ഒരു പ്രോമിസ് കൊടുക്കുക, ഒരാഴ്ച ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, ഈ ഒരു ഹാബിറ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് മെച്ചുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടിന്യൂ ചെയ്യും. മെച്ചല്ല എന്നുണ്ടെങ്കിൽ പോട്ടെ. ഏതൊക്കെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യണത്, ഗോൾസ് എഴുതി വെക്കുക നാളേക്കുള്ളത്. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്, അതുപോലെ പെയിൻ ജേർണലിങ് കൂടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഗോൾസും ഗ്രാറ്റിറ്റ്യൂഡും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് നോക്കുക ഒരാഴ്ചക്ക്. അതിനെ ചെറുതായിട്ട് തുടങ്ങിയാൽ മതി. സ്റ്റാർട്ട് സ്മോൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1, 2, 3 ഗോൾസുകൾ. അതേപോലെ തന്നെ ജസ്റ്റ് ഈ ദിവസം നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം എഴുതുക. നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഹാപ്പിനെസ് ഉണ്ടാക്കി തന്ന, ഒരു നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാക്കി തന്ന ഒരു സംഭവം ആ ദിവസം നടന്ന് അത് എഴുതി വെക്കുക. 2, 3 ഗോൾസും അതേപോലെ ഒരു പോസിറ്റീവ് സംഭവം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങും. ഇത് ഒരാഴ്ച സ്റ്റിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഗോൾസുകൾ പതുക്കെ ഇങ്ങനെ എണ്ണം കൂട്ടി കൊണ്ടുവരിക. ഓരോ സംഭവങ്ങൾ നിങ്ങളിങ്ങനെ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങൾ അതിങ്ങനെ കൂട്ടി കൊണ്ടുവരിക. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ഒരു 3-4 പോയിന്റ്സുകളാക്കുക. ഒന്നിൽ നിന്ന് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരിക. അപ്പോൾ അതൊക്കെ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയും, ഇന്ന് എന്തൊക്കെ സംഭവങ്ങളാണ് ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത്, അതായത് എന്തൊക്കെ സംഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു 3 സംഭവം ഒന്ന് സ്വന്തം ഒന്ന് പറയാൻ നോക്കി നോക്കി. അതായത് എൻ്റെ അമ്മ എനിക്ക് ഇത് ഉണ്ടാക്കി തന്നു, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു 3 സംഭവം നിങ്ങൾ തന്നെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കി. ഐ ഹോപ്പ് യു ഗോട്ട് ഇൻ. അപ്പോൾ ജേർണലിംഗ് എന്ന് പറയുന്നത് വളരെ ഉപകാരപ്പെട്ട ഒരു ഹാബിറ്റാണ്. ഐ ഹോപ്പ് ദിസ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.